ഈ തിരക്കിനിടയിലും നമ്മളോട് ക്ഷണം സ്വീകരിച്ച് വന്നുചേർന്ന പ്രമുഖ താരമായ പ്രിൻസിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഓ, താങ്ക് യു. പിറന്നാൾ ചടങ്ങുകൾ ആരംഭിക്കാം. അല്ല, ആരാണ് പിറന്നാളുകാരി? മീനാക്ഷിയാ. ആഹാ. ഇതാ മീനാക്ഷി. ഇത് നന്ദിനി. ആ, അതായത് രാജലക്ഷ്മി അമ്മ ദത്തെടുത്ത മകള് നന്ദിനി. അതെ. ആ, നന്ദിനി ദത്തെടുത്ത മകള് മീനാക്ഷി. അതെ. ഈ ഒരു അപൂർവതയും സ്നേഹം നിറഞ്ഞ കുടുംബവുമാണ് എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. സന്തോഷായി. ദേ, മീനാക്ഷി സുന്ദരിയാട്ടോ. മീനാക്ഷി, Happy birthday, dear ഹാപ്പി ബർത്ത്ഡേ. മീനാക്ഷി. ഹാപ്പി Many happy returns of the day, Meenuti. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. വലിഞ്ഞു കയറി വന്നല്ലോ മാരണം. വിളിക്കാത്തിടത്ത് ഉണ്ണാൻ നടക്കുന്ന ചില അലവലാദികൾ. സാർ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇതൊരു ചെറിയ കുടുംബ പ്രശ്നം. വരൂ സാർ. വരൂ സാർ. എന്റെ മോൾ ഇവിടെയുള്ളപ്പോ എനിക്കിവിടേക്ക് കയറി വരാൻ ആരുടെ അനുവാദവും ആവശ്യമില്ല. ദാ, എന്റെ മോൾക്ക് വല്യമ്മയുടെ പിറന്നാൾ സമ്മാനം. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണ്ടാത്തതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ എണ്ണി എണ്ണി പറയണോ? മോളെ, നിനക്കൊന്നും അറിയില്ല. നിന്നെ ഇവര് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഏതായാലും നീ ഗിഫ്റ്റ് വാങ്ങ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ?
നീ ഇത് വാങ്ങിച്ചേ പറ്റൂ. കാരണം ഇതിൽ നിന്റെ അമ്മ മാധുരിയുടെ മാലയാണുള്ളത്. ഇതിൽ മീനൂട്ടിയുടെയും കാർത്തിക്കിന്റെയും ഫോട്ടോ പിന്നീട് ചേർത്തതാ. ഇതാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബ ഫോട്ടോ നിന്റെ കെട്ടിയവന്റെ വീട്ടിൽ കൊണ്ട് ചീലിട്ട് വെച്ചാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. രാമഭദ്ര, പിടിച്ച് പുറത്തിറക്കവളെ. ഇറങ്ങണി വിളിയിൽ. ഏയ് വേണ്ട, അലറണ്ട. എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് എന്താ പെണ്ണുമ്പോൾ ഇത്ര പറയാനുള്ളത്? കഴിഞ്ഞ തവണ കയറി വന്നപ്പോഴേ ഞാൻ മുന്നറിയിപ്പ് തന്നതാ, എന്നെ കൊണ്ട് കടുങ്കയും ചെയ്യിപ്പിക്കരുതെന്ന്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂ. മീനുട്ടി, നീ നിൽക്കുന്നത് നിന്റെ അമ്മയെ കൊന്നവരുടെ അടുത്ത. ചെമ്പകമംഗലത്തുകാര് ഇതുവരെ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ നീ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഞാനൊരു കൊലപാതകം ഉറപ്പായിട്ടും ചെയ്യും. അത് നിന്നെയായിരിക്കും. അതിന് രാജലക്ഷ്മി അമ്മ ഒരു ജന്മം കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു. വേണ്ടടി, ഈ ജന്മം തന്നെ ധാരാളം. ഈ വീട്ടിനകത്ത് നിന്റെ ചോര വീഴണ്ടെന്ന് കരുതി ഇനി സെൻട്രൽ ജയിലിൽ നിന്ന് ജയറാമൻ വന്ന പഴയതുപോലെ മകളെ വളർത്തുന്ന നന്ദിനിയോട് അടുപ്പം വരും. പിന്നെ നന്ദിനിയും ജയരാമനും ഭാര്യയും ഭർത്താവും ആവും. നീ അവരുടെ മകളും. ഇടയിലുണ്ടായിരുന്ന മാധുരിയെ ഇവർ കൊന്നുകളഞ്ഞു. പെണ്ണുങ്ങളുടെ കർണത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നത്. മാത്രമല്ല, മാതാപിതാക്കൾ പഠിപ്പിച്ചൊരു സാമൂഹ്യ മര്യാദയുണ്ട്. ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾ ഈ അപവാദം തുടർന്ന ഉറപ്പായി അടിച്ച് നിങ്ങളെ പല്ലിയാൻ താഴെയിടും. നീ പേടിപ്പിക്കൊന്നും വേണ്ട.
എന്റെ മോളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. മോളെ മീനൂട്ടി, നിന്റെ ഈ അച്ചമ്മയ്ക്കുണ്ടല്ലോ, ഇവർക്ക് രാവണന്റെ ബുദ്ധിയാ. നഷ്ടം എനിക്കും നിനക്കുമാ ഉണ്ടായത്. അതുകൊണ്ട് നീ ഇവരുടെ കൂടെ സൂക്ഷിച്ചു നിൽക്കണം. കാരണം നിന്നെ കൊല്ലാൻ വരെ ഇവര് മടിക്കില്ല. നിർത്തണി. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. മാധവൻ നമ്പ്യാരെയും രാമഭദ്രനെ ഓർത്ത് പലവട്ടം ഞാൻ ക്ഷമിച്ചു. ഇനിയും ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ മുറ്റത്തിട്ട് ഇവിടെ തട്ടിയേക്കാം. ജഗദീഷേ, അച്ഛാ, പോയി അച്ഛനെ തോക്കെടുത്തോടാ. അയ്യോ, ജീവൻ വേണമെങ്കിൽ ഇറങ്ങിപ്പോടി. ഇറങ്ങി പോകാൻ. നമുക്ക് ഇനിയും കാണാം. കാണാം. ആ, കാണാം. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയെന്ന് കരുതി നമ്മൾ അതിന് വാല്യൂ കൊടുക്കണോ? അമ്മേ, കുഞ്ഞമ്മായി, ആ ഗസ്റ്റിനെ വിളിച്ചോണ്ട് വരൂ. നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങാം. അതെ, അതാ വേണ്ടത്. ആ മാലു, എന്തായി? എന്നാ നമുക്ക് പിറന്നാൾ ആഘോഷത്തിലേക്ക് കടന്നാലോ? അതെ, ഇടയ്ക്കൊരു ഗുളിക വന്ന് കയറിയതാ. ഏറെക്കുറെ എല്ലാ വീടുകളിലും കയറി വരും ഇതുപോലത്തെ ഓരോ ഗുളികന്മാര്. എന്നാ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ഈ ജയിലിനകത്ത് കുറെ നാൾ ഇങ്ങനെ കിടന്ന മനസ്സ് മരവിച്ച് നമ്മളെല്ലാം ജീവനുള്ള മരത്തടികളായിപ്പോ. എന്ത് ചെയ്യാനാ? ശരിയാ. വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, അല്ലലില്ല, അലച്ചിലില്ല, വെറും മരത്തടി. മരത്തടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെന്താ മരത്തടിയെ പോലിരിക്കുന്നത്? ഹേ ജയറാം, നിങ്ങൾ എന്തിനാ കരയുന്ന ജയറാം? എടോ, ജയിലിൽ കഴിയുന്നവന് ഓർമ്മകളെ പാടില്ല. ഓർത്താൽ പിടഞ്ഞു ചാകും.
ഇന്നെന്റെ മകളുടെ പിറന്നാളാ. രാത്രി അവൾ ഉറങ്ങുമ്പോ, പിറന്നാൾ ദിവസം തുടങ്ങുന്ന രാത്രി 12 മണിക്ക് ഞങ്ങൾ മോളെ വിളിച്ചുണർത്തും. എന്നിട്ട് കേക്ക് മുറിച്ച് അവളുടെ മുഖത്ത് തേക്കും. അങ്ങനെയാണ് ഓരോ പിറന്നാൾ ദിവസവും തുടങ്ങുന്നത്. പിറ്റേന്ന് ഗംഭീര ബർത്ത്ഡേ പാർട്ടി. കേക്ക് മുറിക്കുമ്പോ ആദ്യത്തെ പീസ് അവൾ എനിക്ക് തരും. അന്നുച്ചയ്ക്ക് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അവൾക്ക് ആഹാരം വാരി കൊടുക്കാറ്. ഈ ഭക്ഷണം കണ്ടപ്പോ ഞാൻ ആ നല്ല നാളുകൾ ഓർത്തുപോയി. എന്റെ മകളാണ് എന്റെ മനസ്സിൽ നിറയെ. എന്റെ മകള്, എന്റെ പൊന്നുമോള് മീനാക്ഷി. ഓർമ്മകളുണ്ടായാൽ പരസ്പരം പറയാനും പങ്കുവയ്ക്കാനും സങ്കടങ്ങളേ ഉള്ളു ജയറാം. അതുകൊണ്ട് തൽക്കാലം നിങ്ങളതെല്ലാം മറക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ് ആഹാരം കഴിക്കാൻ നോക്കൂ. ആഹാരം കഴിച്ചില്ലെങ്കിലേ അവന്മാർ ഇടിച്ച് കഴിപ്പിക്കും. നമ്മൾ ആരെങ്കിലും ഇവിടെ കിടന്ന് പിടഞ്ഞു ചത്ത അവന്മാരാ സമാധാനം പറയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുക. സുഹൃത്തെ, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലത്. എന്റെ തെച്ച് പൊട്ടിപ്പോവുക. എന്താ മൈഥിലി? ഞാനൊന്നും കാണുന്നില്ല എന്ന് കരുതരുത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താ എന്താ കാര്യം? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. എനിക്ക് പിടികിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. അല്ല, കാര്യം എന്താന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ചു പറ. നീ ആ മീനാക്ഷിയോട് കാണിക്കുന്ന അടുപ്പൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഇത് നിന്നോടുകൂടി പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്ന അഭ്യാസമല്ലേ? ഈ ചുറ്റിക്കളി കളിച്ചാലേ ഉറപ്പായും എന്നെയും നിന്നെയും ആരും സംശയിക്കില്ല. ആ തക്കത്തിന് നമുക്ക് നൈസായിട്ട് മുങ്ങുകയും ചെയ്യാം. എന്നാലും നീ അവളെ തൊട്ടൊരുമയുള്ള ഏർപ്പാടൊന്നും വേണ്ട. പിന്നെ തൊട്ടൊരുമാൻ പറ്റിയ മോത്തല് അവള് ചെവി പൊത്തി കരണത്തടിക്കും. തീക്കട്ടയിലല്ലേ ഉർബരിക്കാൻ ചെല്ലണത്. അയ്യോ, അവൾ ഈ വഴി വരുന്നുണ്ട്. അയ്യോ, മാറിക്കോ. എനിക്ക് അഫെയർ ഉള്ളത് നീയുമായിട്ടാണെന്ന് അവൾ അറിഞ്ഞാലേ അവൾ ഓടിച്ചെന്ന് അവളുടെ ACPയോട് പറയും. അതോടെ 2 ഡെഡ് ബോഡികൾ ഈ വീട്ടുമുറ്റത്ത് വീഴും. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ആ മീനാക്ഷി, ഏയ് മീനാക്ഷി, ഒന്ന് നിന്നേ. എന്താടാ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? നിന്റെ ബർത്ത്ഡേ അല്ലേ? നമുക്കൊരു ബർത്ത്ഡേ സെൽഫി എടുത്താലോ? ഏയ്, ആ ഒന്നും വേണ്ട. നിനക്കൊരു ഉപകാരം ചെയ്തു തരാന്ന് ഞാൻ ഏറ്റതാ. അത് ഞാൻ ചെയ്തു തരും. അല്ലാതെ ബർത്ത്ഡേ സെൽഫി ഒന്നും വേണ്ട. പ്ലീസ് മീനാക്ഷി. സെൽഫി ഒന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോ ആ സെൽഫി വെച്ച് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താലോ? അല്ല, അങ്ങനെ ചെയ്താലും ഇക്കാലത്ത് അതൊന്നും ആരും വിശ്വസിക്കില്ല. എന്നാലും അത് വേണ്ട. എന്റെ മീനാക്ഷി, നമ്മൾ ഒരേ ഫാമിലിയിലെ മെമ്പേഴ്സാ. ഇങ്ങനെയൊന്നും പറയലടോ. എന്നാലും നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഡോ പ്ലീസ്. ശരി, എടുക്ക്. വാ. ചിരിക്കീ. എൻ്റെ ഏത് നടപ്പാക്കണമെങ്കിൽ ഇതൊക്കെ വേണം. ഓ സോറി.
നിങ്ങൾ ലവേഴ്സ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, ക്ഷമിക്കണേ. അയ്യോ വെറുതെ തെറ്റിദ്ധരിച്ചതാ, അങ്ങനെയൊന്നുമില്ല. അതെ, ഇവള് നാണം കൊണ്ട് നുണ പറയുന്നത്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാ. പ്രേമാണെന്ന് പറയാൻ നാണോ? അത് ഈ കാലത്ത്? ഇതൊരു കമ്പ്യൂട്ടർ യുഗമല്ലേ. ഓരോരുത്തർക്കും അവർക്ക് പറ്റിയ ഇണകളെ തിരഞ്ഞെടുക്കുന്ന കാലം. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സംഗീതമുണ്ട്, അതിനൊരു ഋതമുണ്ട്, അതിനൊരു ലയമുണ്ട്. അയ്യോ ഇവൻ പറയുന്നത് സാരില്ല കുട്ടി, ഈ തറവാട്ടിൽ ജനിച്ചത് കൊണ്ടാണ് മീനാക്ഷിക്ക് നാണിച്ചിരി കൂടുതലാ. നടക്കട്ടെ മീനാക്ഷി, പ്രേമിച്ച് കല്യാണം കഴിക്കലാണ് കുറെ കൂടെ പ്രാക്ടിക്കൽ. അല്ല, ഞങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. വൈശാഖ്, പിന്നെ കല്യാണത്തിന് എന്താ ഇത്ര താമസം? അത് ഇവൾക്ക് 18 വയസ്സാകാനിട്ടായിരുന്നു. ഏതായാലും ഈ ബർത്ത്ഡേക്ക് 18 വയസ്സ് തികഞ്ഞു. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. കാരണം നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. റോമിയോയും ജൂലിയറ്റും.